Hi everyone, welcome back to Let's Smile PSC. നമ്മുടെ ഡേ 2 ആണ്. നമ്മുടെ ഡേ 30 ദിവസത്തെ ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഡേ 2 ആണ് നമ്മുടെ ഈ ക്ലാസ്. ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ ഏറ്റവും ബേസിക്കുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് എടുത്താലും അതിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതിലുള്ള സെൻറ്റൻസുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു സർട്ടൻ രീതിയിലാണ്. അതിന് കൃത്യമായിട്ടുള്ള രീതികളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ലാംഗ്വേജിലുള്ള ഈ ഓരോ വേർഡ്സിനെയും നമ്മൾ ഓരോ റോൾ ഉണ്ടാവും. ഒരു ലാംഗ്വേജിലുള്ള എല്ലാ വേർഡ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോ റോളുകൾ വഹിക്കുന്ന ഡിഫറെൻറ്റ് റോൾസ് വഹിക്കുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ്. ഓക്കെ, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നോക്കാം. എവറി വേർഡ് ഇൻ ഇംഗ്ലീഷ് ബിലോങ്സ് ടു എ കാറ്റഗറി കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പം ഇംഗ്ലീഷിൽ നമുക്കറിയാം ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകളെല്ലാം ഈ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 തരത്തിലുള്ള പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഇതിൽ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ടാവും. ഒരു സെന്റൻസ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അതിനൊരു സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ എന്ന് നോക്കാം. നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, adverb, preposition, conjunction, interjunction. ഇങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഇംഗ്ലീഷിൽ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നൗൺ എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചും അതിൻ്റെ ഫങ്ഷനും ഏതൊക്കെയാണ് ഈ നൗണിൽ വരിക എന്നുള്ളതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ള പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒന്നാണ് നൗൺ, അടുത്തത് പ്രൊനൗൺ. ഈ രണ്ട്, അതുപോലെ തന്നെ വെർബ്. ഇതിൽ മൂന്നിലുമാണ് കൂടുതൽ വേർഡ്സ് ഉള്ളത്. അപ്പം നമുക്ക് എന്താണ് നൗൺ എന്ന് നമുക്ക് നൗൺ എന്താണ്? നൗൺ എന്ന് പറയുന്നത് നെയിമിങ് വേർഡ്സിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. നൗൺ, നെയിം രണ്ടും സ്റ്റാർട്ടിങ് എന്നാണ്. ഏതെങ്കിലും ഒരു പേര്, അതൊരു വ്യക്തിയുടെ പേരാകാം, അതല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരാകാം, അതല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരാവാം, അതല്ലെങ്കിൽ ഒരു ഐഡിയ ആവും. ഇതിൻ്റെയൊക്കെ നെയിമുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നൗൺ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പേഴ്സണിന്റെ നെയിം എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ. നമുക്കിപ്പം നമുക്ക് ചുറ്റും കാണുന്ന എല്ലാവർക്കും ഓരോ പേരുകളുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ അതിനെ നമ്മൾ നൗൺ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റും ഒരുപാട് പ്രൊഫഷണലുള്ള ആളുകളുണ്ട്. നമ്മൾ അവരെ ആ ഒരു പ്രൊഫഷന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ അവരെ വിളിക്കാറ്. അപ്പം അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള നെയിമുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സ്ഥലത്തുള്ള പ്ലേസുകളുടെ പേരുകളുണ്ട്. അതായത് നമുക്ക് എന്താ പറയാ, ഇപ്പൊ കേരളം, ഇന്ത്യ, പിന്നെ കാസർഗോഡ്, വയനാട്, കണ്ണൂർ, ഇങ്ങനെയുള്ള പ്ലേസിന്റെ പേരുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, ചർച്ച്, സ്കൂള്, ഇതൊക്കെയും നൗണുകളിൽ പെടുന്നതാണ്. പിന്നെ നമുക്കുള്ള വസ്തുക്കൾ, നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളാണ്. അതിനെല്ലാം ഒരു പെർട്ടിക്കുലർ പേരുണ്ട്. കസേര, ഡെസ്ക്, ബെഞ്ച്, ഷർട്ട്, പാൻസ്, അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പേരുണ്ട്. അത് നൗൺ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഐഡിയനെ, സത്യസന്ധത, സ്നേഹം, ഇതുപോലുള്ള ഐഡിയാസിനെയും നമ്മൾ അതിൻ്റെ ആ ഒരു ഐഡിയാസിന്റെ പേരുകളാണ് അതൊക്കെ. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഐഡിയകളെയും നമ്മൾ നൗണിന് ആണ്, നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നൗണിനാണെങ്കിലും പ്രൊനൗണിനാണെങ്കിലും മറ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ചുകൾക്കും അതിൻ്റെ തന്നെ ടൈപ്പുകൾ വേറെയും ഉണ്ട്. ഇപ്പം നമ്മൾ നൗൺ എടുക്കുകയാണെങ്കിൽ കോമൺ നൗൺ, പ്രോപ്പർ നൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നൗണിന് ശേഷം വരുന്ന ഒരു പാർട്സ് ഓഫ് സ്പീച്ചാണ് പ്രോ നൗൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം, നൗൺ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ സോ ദിസ് പ്രൊനൗൺ ഈസ് ഓൾസോ സംതിങ് ഈസ് റിലേറ്റഡ് വിത്ത് നെയിം, അല്ലെങ്കിൽ പേരുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക.
വെച്ചാൽ നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രൊനൗണുകൾ എന്ന് വിളിക്കുന്നത്. നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന വാക്കുകൾ. ഓക്കെ, അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ആതിര എന്നാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ ആതിര 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 എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇടയ്ക്ക് എന്ത് ചേർക്കും? അവൾ എന്ന് ചേർക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ നൗണിന്റെ റിപ്പീറ്റേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്താണ് പ്രൊനൗൺ എന്ന് വിളിക്കുന്നത്. ഐ, ഞാൻ എന്നുള്ളത്, ഹി, ഷീ, ഇറ്റ്, യു, വേർ, ദേ, ദിസ്, ദാറ്റ്, ദോസ്, ദീസ്, ഇങ്ങനെ പോകുന്നു നൗണിന് എക്സാമ്പിളുകൾ. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്സ് ഓഫ് സ്പീച്ച് ആണ് എന്ത്? വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വെർബ് എന്ന്? വെർബ് എന്നുള്ളതിനെ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു ആക്ഷനെ കുറിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു ക്രിയ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വെർബ് എന്ന് വിളിക്കുന്നത്. എ വെർബ് ഷോസ് ആൻ ആക്ഷൻ, ഇവന്റ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നമ്മൾ ഒരു ആക്ഷനോ ഒരു പെർട്ടിക്കുലർ ഇവന്റോ അതല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന രീതിയോ ഇതിനെയൊക്കെ അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന രീതിയോ ഒക്കെ നമുക്ക് എന്തെന്ന് പറയാം? വെർബ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ റൺ, ജമ്പ്, പിന്നെ അതുപോലെ തന്നെ ഈസ്, ആർ, വാസ്, വേർ, ഹാസ് പോലുള്ള ഓക്സിലറി വെർബുകൾ ഉണ്ട്. അങ്ങനെയുള്ള പിന്നെ റെഗുലർ വെർബ് അങ്ങനെയുള്ള കുറച്ച് ടൈപ്സ് ഓഫ് വെർബുകളും ഉണ്ട്. അത് നമ്മൾ പിന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നത്, കാരണം ഇതിൽ നമുക്കെല്ലാം പറയാനുള്ള സമയം ഉണ്ടാവില്ല. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് അഡ്ജക്റ്റീവ് എന്നുള്ളത്? നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ആൻ അഡ്ജക്റ്റീവ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് എ നൗൺ. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ എൻഹാൻസ് ചെയ്യുകയോ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബിഗ്, ബ്യൂട്ടിഫുൾ, ഫൈവ്, ടോൾ, റെഡ്, എക്സെട്ര എക്സെട്ര ഒരുപാടുണ്ട്. നമുക്ക് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏറ്റവും താഴെയുള്ളത് നോക്കാം. അവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു നൗൺ അവിടെ ഉണ്ട് അല്ലെ. സ്റ്റുഡൻസ്, കുട്ടികൾ എന്നുള്ള അർത്ഥത്തിൽ അതൊരു നൗൺ ആണ്. ഓക്കെ, ആ ഒരു നൗണിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റലിജന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അത് ഇന്റലിജന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം? സ്റ്റുഡൻസിനെയാണ് പറയാം അല്ലെ. അപ്പം അതാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ്, അല്ലെങ്കിൽ നൗണിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു മെയിൻ ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അഡ്വർബ് എന്ന് പറയുന്നത്. എന്താണ് അഡ്വർബ്? ഇവിടെ നമുക്ക് നോക്കാം. അഡ്വർബ്, നമുക്ക് ഒരു കാര്യം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. വെർബ്, നമ്മൾ നേരത്തെ എന്താണ് വെർബ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനെ കുറിക്കുന്ന, ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് അഡ്വർബ് എന്ന്? An adverb modifies a verb, adjective or another adverb. Adverb എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഒരു വെർബിനെ, അതല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ, അതല്ലെങ്കിൽ ഒരു അഡ്വർബിനെ എന്ത് ചെയ്യുന്നുണ്ട്? മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്വർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ ആ അഡ്വർബ് വെർബിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. വെർബിലേക്ക് എന്തോ ആഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ക്വിക്ലി, വെരി, ഓൾവേസ്, ദർ പോലുള്ള സെന്റൻസ്. അതായത് ഹി റൺസ് ക്വിക്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ക്വിക്ലി എന്നുള്ള വാക്ക് ഹീനെയാണോ മോഡിഫൈ ചെയ്യുന്നത്? റൺസിനെയാണോ? അവിടെ അല്ലേ, റൺ, ഓടുന്നതാണ് ക്വിക്ലി, അവനല്ല ക്വിക്ലി, അവൻ ഓടുന്നതാണ് ക്വിക്ലി. അപ്പം ഓടുക എന്ന് പറയുന്ന വെർബിനെയാണ് അവിടെ ക്വിക്ലി എന്ന് പറയുന്ന അഡ്വർബ് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിൽ നമുക്ക് വെരി കൈൻഡ് എന്ന് കാണാം. ഓക്കെ, അപ്പം കൈൻഡ് എന്ന് പറയുന്നത് ഒരു അഡ്വർബാണ്, അഡ്ജക്റ്റീവ് ആണ്. ഷീ എന്ന് പറയുന്ന നൗണിന്റെ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ കൈൻഡ് ഉപയോഗിക്കുന്നു. ആ കൈൻഡിനെ അഡ്വർബായിട്ടുള്ള ആ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു കൈൻഡിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വെരി എന്ന് പറയുന്നത്. സോ അതൊരു അഡ്വർബാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു പാർട്സ് ഓഫ് സ്പീച്ചിലേക്ക് എത്തിയതാണ് prepositions. Prepositions കുറേ ഉണ്ട്. A preposition shows the relationship of a noun or pronoun with another word. അതായത് നൗണിനെ
യോ അല്ലെങ്കിൽ പ്രൊണൗണിനെയോ അതിനടുത്തുള്ള വേർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രിപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇൻ, ഓൺ, അറ്റ്, അണ്ടർ, വിത്ത്, ബിസൈഡ്, ഫ്രം, എക്സെട്ര. ഒരുപാടുണ്ട്. നമുക്ക് ഇത്ര മാത്രം അല്ലേ. അതായത് ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ എന്നുള്ള സെന്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ പെൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ പെൻ അല്ലെങ്കിൽ ആ പെൻ എന്നുള്ളതാണ് എന്ത്, നൗൺ. ഓക്കെ. ഓൺ ദ ടേബിൾ എന്നുള്ളത് മറ്റൊരു നൗൺ ആണ്. ഓക്കെ. അപ്പം ഈ പെൻ എന്ന് പറയുന്ന ഒരു നൗണിനെയും അതിനുശേഷമുള്ള മറ്റ് സെന്റൻസിനെയും സെന്റൻസിന്റെ മറ്റു ഭാഗത്തെയും അല്ലെങ്കിൽ മറ്റൊരു നൗണിനെയും എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യിക്കുകയാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ നേരെ താഴെ നോക്കൂ. ഷീ സാറ്റ് ഹെർ ബിസൈഡ് ഹെർ ഫ്രണ്ട് എന്നുള്ള സെന്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഷീ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ സബ്ജക്റ്റ് ആണ്, സാറ്റ് എന്ന് പറയുന്നത് വെർബാണ്. ഓക്കെ. അപ്പോൾ ബിസൈഡ് എന്ന് പറയുന്നത് അടുത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഹർ ഫ്രണ്ട് എന്നുള്ളത്. അപ്പം ഷീ എന്ന് പറയുന്ന ആ ഒരു നൗണിനെ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു നൗണുമായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അവിടെ ബിസൈഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നൗണിനെയോ പ്രൊനൗണിനെയോ മറ്റൊരു നൗണോ പ്രൊനൗണോ അല്ലെങ്കിൽ മറ്റൊരു വേർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് കൺജങ്ഷൻ എന്താണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ വാക്കിൽ ഒരു ജംഗ്ഷൻ എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ. ജംഗ്ഷൻ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയാറില്ല അതൊരു ജംഗ്ഷൻ ആണെന്ന് പറയാറില്ലേ. അതായത് രണ്ട് റോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പം ഇംഗ്ലീഷ് വെക്കാബുലറി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാർട്സ് ഓഫ് സ്പീച്ചിൽ കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകളെയോ ഫ്രേസുകളെയോ ക്ലോസുകളെയോ കണക്ട് ചെയ്യിക്കുന്ന വാക്കുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കൺജങ്ഷൻ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ജോയിനിങ് വേർഡ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ ആയിട്ട് ആൻഡ്, ബട്ട്, ഓർ, ബിക്കോസ്, ഓൾഡോ പോലുള്ള എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ടീ ആൻഡ് കോഫി, പുവർ ബട്ട് ഹോണസ്റ്റ്, ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അതായത് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് രണ്ടും എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് എട്ടാമത്തെ ഇതും ലാസ്റ്റത്തുമായിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച്. അതാണ് ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ അല്ല, ഇന്റർജെക്ഷൻ എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻ ഓർ സർപ്രൈസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാസ്റ്റർ ക്ലാസ് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഡൻ ഫീലിംഗ് ഒക്കെ വരുന്ന അത്തരത്തിലുള്ള സെന്റൻസുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും, എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് പറയും. ഇങ്ങനെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്റർജെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഓ, വൗ, അലാസ്, ഹേ, ഊച്ച്. നമ്മൾ അയ്യോ എന്നൊക്കെ ആക്കില്ലേ മലയാളത്തിൽ, ഒക്കെ അങ്ങനെ അയ്യോ, നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് പറയുന്നത്. വൗ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഇന്റർജെക്ഷനിൽ പെടുന്ന കാര്യങ്ങൾ.